ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു പൊന്നോണം കൂടി കടന്നു വരാൻ പോവുകയാണ്. മറ്റൊരു തിരുവോണം കൂടി വന്നെത്താൻ പോവുകയാണ്. ജ്യോതിഷവശാൽ ഈ തിരുവോണത്തെ നോക്കിക്കാണുമ്പം ഈ ഓണം ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാർക്ക് ഏകദേശം 7 മുതൽ 9 വരെ നാളുകാർ ഞാനിവിടെ പറയും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ പൊന്നോണമായി തീരും, രാജകീയ ഓണമായി തീരും എന്നുള്ളതാണ്. ഗുരുവായൂരപ്പൻ പ്രസാദിച്ച് നിൽക്കുക കേട്ടോ. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ഓണം കഴിയുന്നതോടുകൂടി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിത ദോഷങ്ങൾ തീർന്ന് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുമെന്നുള്ളത് അച്ചിട്ടായ കാര്യമാണ്. ഈ നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വീടിൻ്റെ കൂടെ ഭാഗ്യമാണ്. ഏറ്റവും വലിയ ഐശ്വര്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ഇവരുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരി നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം ഐശ്വര്യമായി തീരുന്നതുമാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ, എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാർ മൂലം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ഈ നാളുകളിൽ ജനിച്ചവരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അയക്കണം. അവിടെ പോയി ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം. പറ്റിയാൽ ഒരു ഗുരുവായൂർ യാത്രയാകാം. ഏറ്റവും ഐശ്വര്യമുള്ള സമയമാണ്. ഭഗവാൻ പ്രസാദിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ചൈതന്യം ഇവർക്ക് ദർശനശേഷം തൊട്ടറിയാനും സാധിക്കുന്നതാണ്. ദീർഘിപ്പിക്കുന്നില്ല, നാളുകൾ ഒന്നൊന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ഭാഗ്യമാട്ടോ ചോദിക്കാർ വീട്ടിലുള്ളത്. വീട്ടിലൊരു ചോദിക്കാരനായ മകനോ മകളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം എന്നേ പറയാനുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള മുടക്കുകൾ, വഴിമുടക്കുകൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ചെന്ന് തൊടുന്നതൊക്കെ വിനയാകുന്ന ഒരവസ്ഥ, ചെന്ന് തൊടുന്നതൊക്കെ മന്ദീഭവിച്ച് കിടക്കുന്ന ഒരവസ്ഥ നിലവിൽ ചോദിക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ദോഷങ്ങളൊക്കെ മാറ്റിത്തരുന്ന ഒരു ഓണമായിട്ടാണ് ഈ ഓണം. ചിങ്ങം പറഞ്ഞപ്പോഴേ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഓണം കഴിയുന്നതോടുകൂടി പൂർണ്ണ ശക്തി പ്രാപിക്കുന്ന ഒരു നക്ഷത്രമായി ചോതി മാറുന്നതാണ്. വീട്ടിൽ ചോതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ കൃഷ്ണജപം മുടക്കരുത് എന്ന് പറയണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടം, ജീവിതത്തിൽ ഏത് വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ടോ ആ സമയത്തെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയണം, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ പറയണം. വേറെ ഒന്നും വേണ്ട. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ ചൊല്ലി അങ്ങ് ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര അടഞ്ഞ വഴിയും നിങ്ങളുടെ മുന്നിൽ തുറക്കുമെന്നാണ് പറയുന്നത്. ഒരു വഴി അടയുമ്പം 9 വഴി നിങ്ങൾക്ക് മുന്നിൽ ഭഗവാൻ മലർക്ക തുറന്നിടുമെന്നാണ് പറയുന്നത്. ഈ ഓണം കഴിഞ്ഞു കഴിയുമ്പം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ചില വഴിമുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ഗുണകരമായിട്ട് ഇവർക്ക് തുറന്നു കിട്ടും. ഈ ഓണത്തിന് ശേഷം രാജയോഗം വരെ എത്താനുള്ള അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. രാജയോഗം എന്ന് പറഞ്ഞാൽ രാജാവാകുക എന്നുള്ളതല്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നോ അതിൽ കഴിവ് തെളിയിച്ച് ഒന്നാമനാവാൻ സാധിക്കുക. നമ്മൾ ഏതെങ്കിലും ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ട് അതിന് പിന്നാലെ കൂടിയിട്ടുണ്ടോ അത് നമ്മൾ ആഗ്രഹിച്ചതിലും ഒരു പടി മുകളിൽ നമുക്ക് നേടാൻ സാധിക്കുക. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുക, ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക, ഐശ്വര്യം അതിൻ്റെ വെണ്ണിക്കൊടി പാറിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരർത്ഥം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ ഐശ്വര്യങ്ങളെല്ലാം ചോദിക്കാരുടെ ജീവിതത്തിൽ ഈ ഓണം കഴിയുമ്പോൾ എത്തും. വീട്ടിൽ ചോദിക്കാരായ മക്കൾ, വീട്ടിൽ അംഗങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കാൻ പറയൂ. ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം ചെയ്താലും ചെയ്ത് മുന്നോട്ട് പോകാൻ പറയൂ. ഈ പ്രപഞ്ചം കൂടുണ്ട്, ഭഗവാൻ ഗുരുവായൂരപ്പൻ കൂടുണ്ട്, നന്നായി വരും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. ഒരുപക്ഷെ ഈ ഒരു ഓണസമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് പുണർദം നക്ഷത്രം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും പുണർദംകാരുടെ സഹായത്തിനായി ഗുരുവായൂരപ്പ കൃപയാൽ, നാരായണ കൃപയാൽ എത്തും എന്നുള്ളതാണ്. ഭഗവാൻ നാരായണൻ പൊന്നുതമ്പുരാൻ അനുഗ്രഹിച്ച് എല്ലാ തരത്തിലും പ്രസാദിച്ച് നിൽക്കുകയാണ് പുണർദംകാരെ സംബന്ധിച്ചിടത്തോളം. വീട്ടിനടുത്ത് ഗുരുവായൂരപ്പ ക്ഷേത്രം അല്ലെങ്കിൽ നാരായണ ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ഒക്കെ ഉണ്ടെങ്കിൽ പോയി തൊഴാൻ പറയണം കേട്ടോ. ഭഗവാൻ ഏറ്റവും ഐശ്വര്യമായിട്ട്, വഴിപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് പോയി തൊഴുത് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഒരല്പനേരം ആ നടക്കലിരുന്ന്
നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് മടങ്ങാൻ പറയണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി തൊഴാൻ പറയണം. കാരണം ഭഗവാൻ അത്രയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പുണർദം നക്ഷത്രക്കാരെ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ മനപ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ തീരുന്ന ഒരു ഓണമായിരിക്കും. ഒരുപക്ഷെ ഞാനിത് പറയുമ്പം പുണർദംകാർ ചിരിക്കുന്നുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ കടൽ പോലെ പ്രശ്നങ്ങളുണ്ട് തിരുമേനി, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ തീരുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും. എഴുതി വെച്ചോളൂ, ഓണം കഴിയട്ടെ, അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും, അതിനുള്ള ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലെത്തും. അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങളിരുന്ന് ചിന്തിക്കുമ്പം പറഞ്ഞതൊക്കെ ശരിയായിരുന്നല്ലോ, വലിയ മാറ്റങ്ങൾ ഉണ്ടായല്ലോ, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചല്ലോ, ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായിരുന്നല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ വീട്ടിൽ പുണർദംകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാൻ മറക്കണ്ട. ചിലപ്പോൾ ഒന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. ധൈര്യമായിരിക്കാൻ പറയൂ, എൻ്റെ നാവ് പൊന്നാകും, ഭഗവാൻ ഉണ്ടൊപ്പം. അടുത്ത നക്ഷത്രം, മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് അവരുടെ ഒരു മനസ്സിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഒരു ബലം കൊണ്ട് മാത്രമാണ്, ഈശ്വരനുണ്ട്, ഈശ്വരൻ കൈവിടത്തില്ല എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് വിശാഖക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? വിശാഖക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ, ആരും കൂട്ടില്ല, ഒരു ശക്തിയും കൂട്ടില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, പല കാര്യത്തിലും കൂടെ നിന്നവർ അവസാനം ഒരാവശ്യം വന്നപ്പോൾ ഉതകാത്തൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ മാത്രമേ കൂട്ടുള്ളൂ എന്ന് കരുതി ഒരു ധൈര്യത്തിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ആ ധൈര്യം ചോർന്നു പോയാൽ പിന്നെ അവരില്ല എന്നുള്ളതാണ്, ആ ധൈര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താ, ഭഗവാൻ ഉണ്ട് കൂടെ എന്നുള്ളതാണ് വിധിയിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ, ഭഗവാന്റെ ഒരു ചൈതന്യത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യം വരാൻ പോവുക കേട്ടോ. ഈ ഓണം എല്ലാം കൊണ്ടും നല്ല ഓണമാണ്. ചിങ്ങം പറന്നപ്പോഴേ വിശാഖത്തിന് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്, നന്നായി വരും. വീട്ടിൽ വിശാഖക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയണം. 1ന് 10 ജീവിതത്തിൽ ഐശ്വര്യം വരും. ആഗ്രഹിച്ചതിനേക്കാൾ മുകളിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടും, വഴി തുറക്കപ്പെടും. പല കാര്യത്തിലും ഒരുപാട് വിഷമിച്ച് നിൽപ്പുണ്ട്, ആ വിഷമങ്ങൾ അലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ജീവിതത്തിലുണ്ടാകും. പറയുന്നത് അച്ചിട്ടായ കാര്യമാണ്, കുറിച്ച് വെച്ചോളൂ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. മൂലം നക്ഷത്രക്കാരായിട്ടുള്ള പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഒരുപാട് മനപ്രയാസങ്ങൾ, ദൈവമേ ജീവിതം എന്താകും എന്നുള്ള രീതിയിലൊക്കെ ചിന്തകളൊക്കെ കാട് കയറിയിട്ടുള്ള ഒരു അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാർക്കാണ് കൂടുതൽ ദോഷം കാണുന്നത്. സ്ത്രീകൾക്കും അവർക്ക് അത്തരത്തിൽ ദോഷചിന്തകളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ദോഷ ദുരിതങ്ങളെ തീർക്കാൻ, മുന്നിൽ നിന്ന് നയിക്കാൻ ഗുരുവായൂരപ്പൻ അവതരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിങ്ങം പറഞ്ഞപ്പോഴേ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മൂലംകാർക്ക്. ഈ ഓണവും കൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഭഗവത് കൃപയാൽ വിചാരിച്ചതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു കാലം വരും. ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ബന്ധനങ്ങളിലാണ് നിലവിൽ മൂലം നക്ഷത്രക്കാരുള്ളത്. ബന്ധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ ഒഴിയാൻ വയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ചെന്ന് പെട്ടുകിടക്കുന്ന ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചെന്നൊന്ന് പെട്ടുകിടക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, ഒന്നും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ ജീവിതത്തിലെ ചില അവസ്ഥകളിലൊക്കെ നിലവിൽ മൂലംകാർ നിൽപ്പുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല, ഭഗവാൻ വഴി തുറക്കും. ഭഗവാന്റെ ഒരു കൃപയാൽ പല അനർത്ഥങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഐശ്വര്യത്തിൻ്റെ ഓണമാണ്. ഒരുപാട് പ്രതീക്ഷകൾക്കുള്ള വകയുണ്ട്, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്കുള്ള വകയുണ്ട്. ഓണം കഴിയുന്നതോടുകൂടി അതിൻ്റെ ഒരു ഐശ്വര്യം ജീവിതത്തിൽ വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. തിരിച്ചുവരവിൻ്റെ കാലമാകട്ടോ രേവതിക്ക്. ഈ ഓണം രേവതിക്കാർക്ക് തുറന്നു വയ്ക്കാൻ പോകുന്നത് തിരിച്ചുവരവിൻ്റെ കാലമാണ്. എന്താണ് തിരിച്ചുവരവിൻ്റെ കാലം എന്ന് പറയുന്നത്? ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലൊന്നും അല്ല, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കയ്യിൽ നിന്ന് വഴുതിപ്പോയിട്ടുണ്ട്. പല കാര്യങ്ങളും പ്രതീക്ഷിച്ചെടുത്തൊന്നും എത്തിയില്ല. ഇവരെക്കാൾ പകുതി കഴിവുള്ളവർ പോലും വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഇവരെങ്ങും എത്താത്തൊരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ഇവരുടെ വരവ് ലോകം ദർശിക്കാൻ പോകുന്ന ഒരു കാലമാണ്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്ന, പല കാര്യങ്ങളും കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് വിചാരിച്ചത് ഒരു അത്ഭുതം പോലെ ഈശ്വര കൃപയാൽ ജീവിതത്തിൽ തിരിച്ചെത്തുന്ന, പല കാര്യങ്ങളും കഠിന പ്രയത്നം കൊണ്ട്, ഇത് ചുമ്മാ ഒന്നും ഉണ്ടാവത്തില്ല, കഠിന പ്രയത്നം കൊണ്ട് രേവതിക്കാരുടെ ജീവിതത്തിൽ വരും. കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, മനസ്സിൽ ഈശ്വരനുണ്ട്, നല്ലതേ വരുള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ ഈശ്വര കൃപ തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ധൈര്യമായിട്ടിരിക്കൂ. വീട്ടിൽ രേവതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതുണ്ടല്ലോ,
അതെന്താണോ അത് ചെയ്തിട്ട് ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോകൂ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വഴികൾ തുറക്കപ്പെടും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴങ്കാർ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമായിട്ടോ. അനിഴങ്കാർക്ക് മാത്രമല്ല, അനിഴങ്കാരുള്ള വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും ഇതിൻ്റെ ഭാഗ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അനിഴം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്നിടത്ത് ഐശ്വര്യം നിറയ്ക്കുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാർ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഈ ഓണ ഫലങ്ങൾ നോക്കിക്കാണുന്ന സമയത്ത് അനിഴം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിജയങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബ സൗഖ്യം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷ വർത്താനങ്ങൾ അല്ലെങ്കിൽ സന്തോഷ വാർത്തകൾ അനിഴം നക്ഷത്രം കുടുംബത്തിന് ഒന്നടങ്കം പ്രദാനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അനിഴം നക്ഷത്രത്തിൽ ഒരു കുട്ടിയെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഭാഗ്യമെന്നേ പറയാനുള്ളൂ. ആ വീടിന് ഐശ്വര്യങ്ങളും ചൊരിയുന്ന മഹാലക്ഷ്മിയായി ആ നക്ഷത്രം മാറും എന്നുള്ളതാണ്. ഇവരെ തേടി സന്തോഷ വാർത്തകൾ വരും, അംഗീകാരങ്ങൾ വരും, പുരസ്കാരങ്ങൾ വരും, ജീവിത വിജയം കൈവരുന്നതായിരിക്കും എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും സർവം മംഗളമായി കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അവർക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും. തിരുമേനി, ഇതൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? എഴുതി വെച്ചുള്ളൂ, 6 മാസത്തിനകത്ത്, ഇപ്പം ഈ ഒരു തിരുവോണം പിറക്കാൻ പോവുകയാണ്, ഇവിടുന്ന് അങ്ങോട്ട് ചിങ്ങം മുതലേ കൂട്ടിക്കൊള്ളൂ, ഒരു 6 മാസത്തിനകത്ത് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില നേട്ടങ്ങൾ വരും. ഇവരുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ചില സൗഭാഗ്യ ദർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് സൗഭാഗ്യ ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് ജീവിതത്തിൽ ഇവരുടെ ഗതിയെ തന്നെ മാറ്റുന്ന, അല്ലെങ്കിൽ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത അവസ്ഥയെ തന്നെ മാറ്റുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകും. അത് നല്ല അനുഭവങ്ങളും ആകാം, മോശം അനുഭവങ്ങളും ആകാം. പക്ഷേ ഒരിക്കലും മോശമല്ല, നല്ല അനുഭവങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോഴാണ് ജീവിതഗതിയെ മാറ്റുന്ന ദുരന്തങ്ങളും വരാം, നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും വരാം, രണ്ടും വരാമല്ലോ. അപ്പം ഇതിലിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. അത്തരത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകും. ചിലപ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമെന്ന് വിചാരിക്കുന്ന ഒരു ആഗ്രഹ സാഫല്യ വാർത്തയായിരിക്കാം. ജീവിതത്തിൻ്റെ ഗതി തന്നെ ചിലപ്പം മാറ്റുന്ന രീതിയിലുള്ള ചില ആഗ്രഹ സാഫല്യ നിമിഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ചില പ്രവർത്തികളായിരിക്കാം, അല്ലെങ്കിൽ നേട്ടങ്ങളായിരിക്കാം, വിജയങ്ങളായിരിക്കാം. അത്തരത്തിലൊരു വഴിത്തിരിവുണ്ടാകും. ചിലപ്പം സ്വദേശം മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകും. ചിലപ്പം ജീവിതത്തിൽ വളരെ നിർണായകമെന്ന് കരുതിയ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുണ്ടാകുന്ന ഒരു സാമ്പത്തിക നേട്ടമാകാം, ഐശ്വര്യമാകാം, ഒരു സന്തോഷ വാർത്തയാകാം. ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന ചില അതിന് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, മാറ്റങ്ങൾ, ഇതൊക്കെ ആകാം. അപ്പം അത്തരത്തിൽ വലിയ ഐശ്വര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. ധൈര്യമായിട്ടിരിക്കൂ, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കൂ, പറ്റിയാലൊന്ന് ഗുരുവായൂരൊക്കെ പോകൂ, നന്നായി വരും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഗുരുവായൂരപ്പൻ പ്രസാദിച്ച് നിൽക്കുക കേട്ടോ, എല്ലാം കൊണ്ടും പ്രസാദിച്ച് നിൽക്കുക. ഗുരുവായൂർ തന്നെ പോകണമെന്നില്ല, വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ പോയൊന്ന് കാണണം. തിരുവോണ ദിവസമൊക്കെ പോയി തൊഴണം, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴണം. വേറെ ഒന്നും കൊണ്ടല്ല, എന്തിനും തയ്യാറായി ഭഗവാന്റെ ഒരു അനുഗ്രഹം നിൽക്കുന്ന സമയമാണ്. ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രസാദിച്ച് നിൽക്കുകയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികൾ, ചിന്തകൾ, കാട് കയറിയുള്ള ചിന്തകൾ, പല കാര്യങ്ങളും എന്താവുമെന്ന് ഓർത്തുള്ള ആശങ്കകൾ, ജീവിതം തന്നെ പല സമയത്തും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ട് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഭരണി നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കിയാൽ മതി, മനസ്സിലാവും. മൊത്തത്തിലൊന്ന് ഒന്ന് മാനസികമായിട്ട് ഒന്ന് തളർന്നിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഡള്ളായിട്ടിരിക്കുന്ന, വളരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഭരണിക്കാരുടെ കാര്യത്തിൽ കാണാൻ പറ്റും. ചിലപ്പോൾ ഇവരോട് ചോദിച്ചാൽ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് തന്നെ പറയാൻ അറിയുണ്ടാവില്ല. അതായത് എന്താണ് കാരണം? ചിലപ്പോൾ ഒരു മൊത്തത്തിലൊന്നെല്ലാം മന്ദീഭവിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, തൊഴിൽപരമായിട്ട് മൊത്തത്തിലൊരു മന്ദീഭവിച്ച അവസ്ഥ, പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ട് ആ ഒരു തുടക്കം മാത്രമേ ഉള്ളൂ, ഒരു ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതൊന്നും ഒരു കരുപിടിപ്പിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ കാണിച്ച ആർജവം പിന്നീട് കാണിക്കാത്തൊരവസ്ഥ, ഇതൊക്കെ ഭരണിക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നതായിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വീട്ടിൽ ഭരണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവരെ ഒന്ന് മൊത്തത്തിൽ നോക്കി, അല്ലെങ്കിൽ അവരെ പറ്റി ഒന്ന് ആലോചിച്ചാൽ തന്നെ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. ആ ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓണം മാറ്റങ്ങളുടെ ഓണമാണ്, ഐശ്വര്യം വരുന്ന ഓണമാണ്. ഗുരുവായൂരപ്പൻ കനിഞ്ഞനുഗ്രഹിച്ച് പല കാര്യങ്ങളും വൻ വിജയങ്ങളായി ജീവിതത്തിൽ എന്നോ നഷ്ടപ്പെട്ടു പോയ ചില സൗഭാഗ്യങ്ങളൊക്കെ വീണ്ടെടുക്കുന്ന ഒരു പുഞ്ചിരി തിരിച്ചു വരുന്ന കാലമായി മാറുന്ന ഒരു ഓണമാണ്. ധൈര്യമായിരിക്കും, ഗുരുവായൂരപ്പനുണ്ട് കൂട്ടിന്, നന്നായി വരും, എൻ്റെ നാവ് പൊന്നാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയംകാരെ സംബന്ധിച്ചിടത്തോളം
ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ള നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിലൂടെ പൂയൻ നക്ഷത്രം വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് എരിച്ചിൽ, പ്രാക്ക്, ശത്രുദോഷം എന്നിങ്ങനെ വേണ്ട പല രീതിയിലുള്ള കാര്യങ്ങൾ തരണം ചെയ്ത് തൻ്റെ ജീവിതത്തിൻ്റെതായ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്താണ് പൂയൻ നക്ഷത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ഇവരാഗ്രഹിച്ചത് നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട്. തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ യാതൊരു കാരണവും ഇല്ലാതെ എല്ലാം നല്ലതാണ് പക്ഷേ നടക്കുന്നില്ല, എല്ലാം വഴിമുട്ടിയ ഒരവസ്ഥയൊക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട്. കാരണം പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. പലപ്പോഴും അത്തരത്തിൽ ദുഃഖ ദുരിതങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഈ തിരുവോണ ഫലങ്ങൾ പറയുന്നത് പൂയങ്കാർക്ക് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോവുകയാണ്, വലിയ ഐശ്വര്യങ്ങൾ വരാൻ പോവുകയാണ്, വലിയ നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, ജീവിത വിജയമുണ്ടാകും, ജീവിതത്തിന് ഉയർച്ചയുണ്ടാകും, സന്തോഷം വരും. പൂയം നക്ഷത്രക്കാരുള്ള വീടുകളിൽ പൂയത്തിന് മൊത്തത്തിൽ ഒരു കുടുംബ സംതൃപ്തി, ഐശ്വര്യ സമൃദ്ധി എല്ലാം വരുന്ന ഒരു കാലമാണ് പിറക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. രാജയോഗ തുല്യമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ രാജയോഗ തുല്യമായിട്ടുള്ള പല അനുഭവങ്ങളും ഈ ഓണം കഴിഞ്ഞ് കഴിയുമ്പം വരാനിരിക്കുന്നു. നന്നായി വരും പൂയൻ നക്ഷത്രം. വീട്ടിൽ പൂയങ്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുരുവായൂരൊന്ന് പറഞ്ഞു വിടുക. ഭഗവാനെ പോയി കണ്ട് തൊഴുതു വരുന്നതോടുകൂടി ചില വലിയ മഹാസന്തോഷ വാർത്തകൾ കൂടി ജീവിതത്തിൽ എത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് അവസാനത്തെ നക്ഷത്രം. അപ്പോൾ ഏകദേശം 7 മുതൽ 9 നക്ഷത്രങ്ങൾ വരെയാണ് ഈ ഒരു ഓണത്തിന് ഏറ്റവും ചൈതന്യമായിട്ട് കാണുന്ന നക്ഷത്രങ്ങൾ. ഗുരുവായൂരപ്പ പ്രീതിയാൽ നല്ലത് വരാൻ പോകുന്ന നക്ഷത്രങ്ങൾ. ധൈര്യമായിരിക്കൂ, ഭഗവാൻ നാരായണനൊപ്പമുണ്ട്, നന്നായി വരും. ഇപ്പം പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലാകാത്തതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.